സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ അസാധാരണ ജീവിതയാത്ര ഉടൻ തന്നെ ആരാധകർക്ക് മുന്നിലേക്ക് ഒരു പുസ്തക രൂപത്തിൽ എത്തിയേക്കും. തന്റെ ആത്മകഥയെക്കുറിച്ചുള്ള അടുത്ത വിവരങ്ങൾ താരം ഉടൻ തന്നെ പുറത്തുവിടുമെന്ന സൂചനകളാണ് ചലച്ചിത്ര ലോകത്തു നിന്നും ലഭിക്കുന്നത്. എന്നാൽ ഇതുവരെ രജനീകാന്തിന്റെ ഭാഗത്തു നിന്നോ അദ്ദേഹത്തിന്റെ ടീമിൽ നിന്നോ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും താരം കഴിഞ്ഞ കുറച്ചു കാലമായി ഈ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണെന്നാണ് അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മൂവീസ് സിംഗപ്പൂരിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രജനീകാന്തിന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ, സിനിമാ ജീവിതങ്ങൾ, നേട്ടങ്ങൾ, പ്രധാന നാഴികക്കല്ലുകൾ, അദ്ദേഹത്തിന്റെ യാത്രയെ സ്വാധീനിച്ച വെല്ലുവിളികൾ എന്നിവയുടെ ഒരു വിശദമായ വിവരണമായിരിക്കും ഈ പുസ്തകം. ആത്മകഥ പുറത്തിറക്കുന്നതിന് പുറമെ ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഒരു ഫീച്ചർ ഫിലിം നിർമ്മിക്കുന്നതിനെക്കുറിച്ചും രജനീകാന്ത് തന്റെ അടുത്ത സുഹൃത്തുക്കളുമായി ചർച്ച നടത്തിയതായി വിവരമുണ്ട്. എന്നാൽ ഇതിന്റെയും ഔദ്യോഗിക സ്ഥിരീകരണം വരാനിരിക്കുന്നതേയുള്ളൂ. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ജയിലർ 2 ആണ് രജനീകാന്തിന്റെ വരാനിരിക്കുന്ന പ്രധാന ചിത്രങ്ങളിൽ ഒന്ന്. ഇതുകൂടാതെ നിലവിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ധർമ്മൻ എന്ന ചിത്രത്തിലും താരം അഭിനയിക്കുന്നുണ്ട്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രം കൂലിയിലാണ് രജനീകാന്ത് അവസാനമായി അഭിനയിച്ചത്. അതിനിടെ 2019 പുറത്തിറങ്ങിയ പേട്ടയ്ക്ക് ശേഷം ധർമ്മൻ എന്ന ചിത്രത്തിലൂടെ രജനീകാന്തിനൊപ്പം വീണ്ടും അഭിനയിക്കാൻ സാധിച്ചതിന്റെ സന്തോഷം നടി സിമ്രാൻ പങ്കുവച്ചു. ഒരു അഭിമുഖത്തിൽ താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രചോദനം നൽകുന്ന വ്യക്തിയാണ് രജനീകാന്ത് എന്ന് സിമ്രാൻ പറഞ്ഞു. സൂപ്പർ സ്റ്റാറിനൊപ്പം വീണ്ടും പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. താൻ അദ്ദേഹത്തിന്റെ ഒരു വലിയ ആരാധികയാണ്. ഇത്രയും വിനയത്വമുള്ള ഒരു നടൻ, അഹങ്കാരമില്ലാത്ത വേറൊരാളെ താൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നും സിമ്രാൻ കൂട്ടിച്ചേർത്തു.